പാകിസ്ഥാനിലെ കഴുതകളുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷത്തോളം വർദ്ധിച്ച് ഏകദേശം 59 ലക്ഷമായതായി സർക്കാർ കണക്കുകൾ. 2023-24 സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക സർവേയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഴുതകളുള്ള മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. കഴുതകളെ ചൈനയിലേക്ക് കയറ്റി അയച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പാകിസ്ഥാൻ സർക്കാർ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇക്കണോമിക് സർവേ പാക് ധനകാര്യമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് ചൊവ്വാഴ്ചയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യം കൈവരിച്ച സുപ്രധാന സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളാണ് സാമ്പത്തിക സർവേയിൽ വിവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് കഴുതകളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നതായി സാമ്പത്തിക സർവേയിൽ പറയുന്നു. 2019-20 സാമ്പത്തിക വർഷത്തിൽ കഴുതകളുടെ എണ്ണം 55 ലക്ഷമായിരുന്നു. 2020-21 വർഷത്തിൽ ഇത് 56 ലക്ഷമായി. 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇത് 57 ലക്ഷമായി ഉയർന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ കഴുതകളുടെ എണ്ണം ഏകദേശം 58 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. കന്നുകാലി പരിപാലനമാണ് പാകിസ്ഥാനിലെ ഗ്രാമീണ മേഖലയിലെ പ്രധാന വരുമാന മാർഗം. ഗ്രാമീണ മേഖലയിലെ 80 ലക്ഷത്തോളം കുടുംബങ്ങൾ കന്നുകാലി പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ജിഒടി റിപ്പോർട്ട് ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിച്ചിരുന്ന GDP വളർച്ച പാകിസ്ഥാൻ കൈവരിച്ചിട്ടില്ലെന്ന് സാമ്പത്തിക സർവേയിൽ പറയുന്നു. 3.5% GDP വളർച്ച കൈവരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ 2.38% മാത്രം വളർച്ച കൈവരിക്കാനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ. വ്യവസായ സേവന മേഖലകളിൽ മോശം പ്രകടനമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് തടസ്സമായത്. അതേസമയം കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായി. 3.5% വളർച്ച പ്രതീക്ഷിച്ച സ്ഥാനത്ത് 6.25% വളർച്ച കൈവരിക്കാൻ കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞു. വ്യവസായ മേഖല 1.21% വളർച്ചയാണ് നേടിയത്. 3.4% പ്രതീക്ഷിച്ചിരുന്ന വളർച്ച. സേവന മേഖലയിൽ 3.6% വളർച്ച പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1.21% മാത്രമാണ് കൈവരിക്കാനായത്. കഴിഞ്ഞ 19 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് കാർഷിക മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി കാർഷിക മേഖല മാറി, ധനമന്ത്രി ഔറംഗസേബ് പറഞ്ഞു. 3.7% ധനക്കമ്മി. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് തുല്യമാണ്. അതേസമയം വ്യാപാരക്കമ്മി 4.2%. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദം മുതൽ പണപ്പെരുപ്പ ആഘാതം കുറഞ്ഞു വരുന്നതിനാൽ പണപ്പെരുപ്പ നിരക്ക് 11.8% കുറയ്ക്കാൻ കഴിഞ്ഞു. പ്രതിശീർഷ വരുമാനം കഴിഞ്ഞ വർഷത്തെ $1,551 ആയിരുന്നത് ഈ വർഷം $129 വർദ്ധിച്ച് $1,680 നഷ്ടത്തിലായ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വിറ്റഴിക്കുന്നതുൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി.